എന്തായിട്ടാ രാവിലെ തന്നെ കുടിക്കുന്നത്? ഇത് രാത്രിയെ കുടിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? പോയി തിന്നാൻ വല്ലതും കൊണ്ടുപോവാ പോ. സുന്ദരി ഒരു മിനിറ്റ് വായിരിക്കെ. ആക്ച്വലി ഞാൻ കുടിക്കില്ലെന്ന് നിനക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ എവിടെ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കുറച്ചു ദിവസത്തിനുള്ളിൽ ചത്തുപോകുന്ന പോലെ. ഞാൻ ഡിപ്രഷനിലുള്ളപ്പോ എനിക്ക് സൂയിസൈഡ് തോട്ട്സ് വരുന്നു. അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുടിക്കുന്നത്. ഒന്നും വിചാരിക്കല്ലേ. എല്ലാ മാസവും ₹1,00,000 വന്നോണ്ടിരുന്ന അക്കൗണ്ടില് അടുത്ത മാസം തൊട്ട് 10 പൈസ പോലും വരില്ലെന്ന് ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുന്നു സുന്ദരി. എത്ര കമ്പനിയിൽ കയറി ഇറങ്ങിയിട്ടും ഒരു സ്ഥലത്ത് പോലും ജോലി കിട്ടുന്നില്ലല്ലോ. എടാ എങ്ങനെയെങ്കിലും ₹4,00,000 റെഡിയാക്കാം. ബാക്ക് ഡോറിൽ എന്തെങ്കിലും ഒരു ജോലി നോക്കടാ. സിറ്റുവേഷൻ വളരെ മോശമാണ്. ഈ കല്യാണപ്പൊരുത്തമൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യ. ചെറുക്കന് ഇഷ്ടപ്പെട്ട പെണ്ണിന് ഇഷ്ടപ്പെടില്ല, പെണ്ണിന് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ ചെറുക്കന് ഇഷ്ടപ്പെടില്ല. ആ ശരി, നിങ്ങളെ മോന് പെണ്ണ് നോക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കാം. ഞാൻ ഒരുപാട് ശ്രമിച്ച് കുറെ പെൺകുട്ടികളെ നോക്കിയിട്ടുണ്ട്. ആ കുട്ടികളുടെ ഫോട്ടോ കാണിക്കട്ടെ? ഇപ്പൊ കാണിക്കാം. ഇത് കണ്ടോ, നോക്കൂ. ഇവള് കാണാൻ അതിസുന്ദരിയാ. പണത്തിനും ഒരു കുറവുമില്ല. പെണ്ണ് കൊള്ളാം. നന്നായി സ്ത്രീധനവും തരുന്നേ. എന്റെ അടുത്ത് ഇല്ലാത്ത കാശ എന്റെ മോൻ കാണാതെ കാശ. എനിക്ക് ആവശ്യമുള്ളത് കാശല്ല പണിക്കരെ. അവർ രണ്ടുപേരെ ജാതകം ചേരണം. ഇക്കാലത്ത് ജാതക ചേർച്ചയൊക്കെ ആരാ നോക്കുന്നത്? ചേർന്നാകണം, തീർച്ചയായും ചേർന്നാകണം. താൻ എന്താ വിചാരിച്ച? എന്റെ മകന് ഒരു മാസം 2 lakhs ആണ് ശമ്പളം. ജാതകം ചേരാതെ കല്യാണം കഴിപ്പിച്ചു വെച്ചാലേ 2 മാസം കൊണ്ട് അവർ വേറൂരി. ഒക്കെ എങ്കിൽ ജാതകം ചേരുമോ നോക്ക്, അല്ലെങ്കിൽ വിട്ടുകളാ. ശരി, അത് വിടൂ. നിങ്ങൾക്ക് ജാതകത്തിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. ഇത് ശരിയായില്ലെങ്കിൽ വേറൊരു ബന്ധം നോക്കാം. എന്തു പറയുന്നു? ആ ശരി ശരി, കാപ്പി തണക്കുന്നു, എടുത്ത് കുടിക്ക്. അവർ രണ്ടുപേരെ ജാതകം ചേരണം. ഇക്കാലത്ത് ജാതക ചേർച്ചയൊക്കെ ആരാ നോക്കുന്നത്? ചേർന്നാകണം, തീർച്ചയായും ചേർന്നാകണം. താൻ എന്താ വിചാരിച്ച? എന്റെ മകന് ഒരു മാസം 2 lakhs ആണ് ശമ്പളം. ജാതകം ചേരാതെ കല്യാണം കഴിപ്പിച്ചു വെച്ചാലേ 2 മാസം കൊണ്ട് അവർ വേറൂരി. ഒക്കെ എങ്കിൽ ജാതകം ചേരുമോ നോക്ക്, അല്ലെങ്കിൽ വിട്ടുകളാ. ശരി, അത് വിടൂ. നിങ്ങൾക്ക് ജാതകത്തിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. ഇത് ശരിയായില്ലെങ്കിൽ വേറൊരു ബന്ധം നോക്കാം. എന്തു പറയുന്നു? ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അറിയാതെ ഞാൻ കല്യാണം കഴിച്ചു പോയി. ഏതോ ജാതകം ഉണ്ടെന്ന് പറയുന്നല്ലോ. അതൊന്നും നോക്കാതെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഞാൻ അനാഥനായിരുന്നപ്പോ പോലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. കല്യാണം കഴിച്ച 1 മാസത്തിനുള്ളിൽ ശരിക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും തോന്നുന്നു. തെറ്റ് എന്റേതാണ്. പിന്നെങ്ങനെ കണ്ട ഉടനെ കല്യാണം കഴിക്കണം തോന്നിയതല്ലേ? ഇതിനേക്കാളും ദാരിദ്ര്യം ഇനി എന്റെ ലൈഫിലേക്ക് എങ്ങനെ വരാണ്? സത്യത്തിൽ ജാതകം വളരെ പവർഫുൾ ആണെന്നാണ് പറയുന്നത്. നിന്നെ കല്യാണം കഴിച്ചതിന് ഞാൻ ചത്തുപോകുമെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവര് നോക്കി നടത്തിയേനെ. നിനക്കുണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാ. ഇതൊന്നും ആലോചിച്ചിട്ടില്ല.
ഹലോ, അച്ഛാ, എന്താ മോളെ ഈ സമയത്ത്? അദ്ദേഹത്തിന്റെ ജോലി പോയി. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ടും എന്റെ ജാതകം ശരിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്നാ പറയുന്ന അച്ഛാ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനല്ലല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പോയത്. അദ്ദേഹമല്ലേ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. നീ വിഷമിക്കണ്ട മോളെ. അവന് ബന്ധുക്കളായ ആരും ഇല്ലല്ലോ. സ്നേഹവും ദേഷ്യവും ഒക്കെ നിന്നോടല്ലാതെ വേറെ ആരോട് കാണിക്കാനാ? നീ ഒരു കാര്യം ചെയ്. നാളെ രാവിലെ വീട്ടിന്റെ അടുത്ത് പണിക്കരാരെങ്കിലും ഉണ്ടോന്ന് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ജാതകം കാണിക്കേ. നമുക്ക് പരിഹാരം വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാം. ശരി അച്ഛാ.